എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ദിവസം എക്സാമുമായി ബന്ധപ്പെട്ട് ഉറപ്പായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആനയുടെ പുറംഭാഗം പോലെയുള്ള ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രം. ആനയുടെ പുറംഭാഗം പോലെയുള്ള ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രം, അതല്ലെങ്കിൽ ഗജപൃഷ്ഠാകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രം എന്നും ചോദിക്കാറുണ്ട്. ആൻസർ ആയിട്ട് വരുന്നത് പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് ആനയുടെ പുറംഭാഗം പോലെയുള്ള ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രം. കണ്ണൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, തീയാട്ടം അഥവാ തീയാട്ട് ഏത് കലാവിഭാഗത്തിൽ പെടുന്നു? തീയാട്ടം അഥവാ തീയാട്ട് ഏത് കലാവിഭാഗത്തിൽ പെടുന്നു? അതൊരു അനുഷ്ഠാന കലയാണ്. തീയാട്ടം ഒരു അനുഷ്ഠാന കലയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിലവിൽ വന്ന വർഷം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിലവിൽ വന്നത് 1950 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിലവിൽ വന്നത് 1950. ദേവസ്വം ബോർഡ് ചെയർമാൻമാരും ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനവും ഒക്കെ ഉൾപ്പെടുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്ഥാപിതമായ സ്ഥാപന നിയമം തിരുക്കൊച്ചി ഹിന്ദുമത സ്ഥാപന നിയമം ആണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്ഥാപിതമായ സ്ഥാപന നിയമം. അതിന്റെ ആക്ടും കൂടി ഓർത്തിരിക്കുക. ആക്ട് 15 1950. അടുത്ത ക്വസ്റ്റ്യൻ, കൃഷ്ണ ദ്വയാനനൻ ഏത് മഹർഷിയുടെ പേരാണ്? വേദവ്യാസനാണ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്കറിയാം മഹാഭാരതം രചിച്ചത് വേദവ്യാസനാണ്. 5ാമത്തെ വേദം എന്നറിയപ്പെടുന്നത് മഹാഭാരതമാണ്. വേദങ്ങളെ കുറിച്ച് 4 വേദങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവേദം. വേദങ്ങളുടെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവര് ആ വീഡിയോ കാണുക. 5ാമത്തെ വേദമാണ് ആയിട്ട് കണക്കാക്കുന്നതാണ് മഹാഭാരതം. ആ മഹാഭാരതം രചിച്ചത് വേദവ്യാസനാണ്. കൃഷ്ണ ദ്വയാനനൻ എന്ന് പറയുന്നത് ഏത് മഹർഷിയുടെ പേരാണെന്നുള്ള ക്വസ്റ്റ്യനുള്ള ആൻസർ ആയിട്ട് വരുന്നത് വേദവ്യാസനാണ്. ഈ ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, പഞ്ചവാദ്യത്തിൽ ഉൾപ്പെടുന്ന വാദ്യോപകരണങ്ങൾ. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കില്ല ചോദിക്കുന്നത്. പഞ്ചവാദ്യത്തിൽ ഉൾപ്പെടാത്ത വാദ്യോപകരണം ഏതാണെന്ന് ചോദിച്ചിട്ടായിരിക്കും തരുന്നത്. അപ്പൊ ഒരെണ്ണം വേറെ ആയിട്ടായിരിക്കും നമുക്ക് തരുന്നത്. അപ്പൊ ഏതൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പഞ്ചവാദ്യത്തിൽ ഉൾപ്പെടുന്ന വാദ്യോപകരണങ്ങൾ തിമില, മന്ദളം, ഇടയ്ക്ക, കൊമ്പ്, ഇലത്താളം. തിമില, മന്ദളം, ഇടയ്ക്ക, കൊമ്പ്, ഇലത്താളം. അപ്പൊ ഇതിനകത്തുനിന്ന് വ്യത്യസ്തമായിട്ട് ഒരെണ്ണം നമുക്ക് തരും. അപ്പൊ അതായിരിക്കും നമുക്ക് ഉൾപ്പെടാത്തതായിട്ട് വരുന്നത്. അപ്പൊ ഓർത്തിരിക്കുക, പഞ്ചവാദ്യത്തിൽ ഉൾപ്പെടുന്ന വാദ്യോപകരണങ്ങളാണ് തിമില, മന്ദളം, ഇടയ്ക്ക, കൊമ്പ്, ഇലത്താളം. അടുത്ത ക്വസ്റ്റ്യൻ, ഓണത്തോടനുബന്ധിച്ച് ഏത് ക്ഷേത്രത്തിലാണ് പ്രസിദ്ധമായ വള്ളംകളി നടക്കുന്നത്? പത്തനംതിട്ടയിലെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ് ഓണത്തോടനുബന്ധിച്ച് പ്രസിദ്ധമായ വള്ളംകളി നടക്കുന്നത്. മറ്റും സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ടെങ്കിലും ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നടക്കുന്ന ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന വള്ളംകളി വളരെ പ്രസിദ്ധമാണ്. അത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദേവസ്വം എക്സാമിന് തന്നെ ചോദിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, കഥകളിയുടെ സാഹിത്യ രൂപം. കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ. കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ. ക്ഷേത്ര ശ്രീകോവിലിന്റെ പടികൾക്ക് അരികിൽ നിന്ന് പാടുന്ന സംഗീതം. ക്ഷേത്ര ശ്രീകോവിലിന്റെ പടികൾക്ക് അരികിൽ നിന്ന് പാടുന്ന സംഗീതമാണ് സോപാന സംഗീതം. സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണം നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇടയ്ക്കയാണ്. അതുപോലെ തന്നെ അത് ക്ഷേത്രത്തില് തൂക്കിയിടുന്ന ഒരു വാദ്യോപകരണം കൂടിയാണ്. നിലത്ത് വെക്കാത്ത വാദ്യോപകരണം ഏതാണെന്നും കൂടി അവിടെ ചോദിക്കാറുണ്ട്. അത് ഇടയ്ക്കയാണ്. ക്ഷേത്രങ്ങളിൽ അത് തൂക്കിയിടുകയാണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ഏതാണെന്നുള്ളതാണ്. 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം. 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം. ഗുരുവായൂർ സത്യാഗ്രഹത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ 1-2 പോയിന്റും കൂടി ഓർത്തിരിക്കണം. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണെന്നുള്ളത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. വോളണ്ടിയർ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് AKG ആണ്. അത് രണ്ടും ഓർത്തിരിക്കുക. അടുത്തതായിട്ട് വരുന്നത് വൈക്കം സത്യാഗ്രഹമാണ്. വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്കറിയാം
അയിത്തോചാരത്തിനെതിരായിട്ട് ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം. അത് നടന്ന വർഷം കൂടി ഒന്ന് ഓർത്തിരിക്കുക. വൈക്കം സത്യാഗ്രഹം നടന്നത് 1924 വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം കൂടി ഓർത്തിരിക്കുക. 1924. അടുത്ത ക്വസ്റ്റ്യൻ, ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാന്നുള്ളതാണ്. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. അതുപോലെ ദേവസ്വം ക്ഷേത്രങ്ങളിലെ മൃഗബലി ദേവദാസി സമ്പ്രദായം നിരോധിച്ച ഭരണാധികാരി ആരാണെന്നുള്ളത് റാണി സേതു ലക്ഷ്മിബായി ആണ് ദേവസ്വം ക്ഷേത്രങ്ങളിലെ മൃഗബലി ദേവദാസി സമ്പ്രദായം നിരോധിച്ചത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. പട്ടം എ താണുപിള്ളയാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജി ആധുനിക കാലത്തെ അത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് എന്തിനെയാണെന്നുള്ളതാണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് ആധുനിക കാലത്തെ അത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത്. അടുത്ത സെക്ഷൻ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. CCTV എന്നതിന്റെ പൂർണ്ണരൂപം എന്താണ്? CCTV എന്നതിന്റെ പൂർണ്ണരൂപം ക്ലോസ്ഡ് സർക്യൂട്ട് ടെലിവിഷൻ എന്നാണ്. ക്ലോസ്ഡ് സർക്യൂട്ട് ടെലിവിഷൻ എന്നാണ് CCTVയുടെ പൂർണ്ണരൂപം. അടുത്ത ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ടർ സംബന്ധമായ കുറ്റങ്ങൾ, ഹാക്കിംഗ്, ഡാറ്റ മോഷണം സംബന്ധിച്ച വകുപ്പ് ഏതാണ്? കമ്പ്യൂട്ടർ സംബന്ധമായ കുറ്റങ്ങൾ, ഹാക്കിംഗ്, ഡാറ്റ മോഷണം എന്നിവ സംബന്ധിച്ച വകുപ്പ് ഏതാണ്? സെക്ഷൻ 66F ആണ്. അതായത് കമ്പ്യൂട്ടർ സംബന്ധമായ കുറ്റങ്ങൾ, ഹാക്കിംഗ്, ഡാറ്റ മോഷണം എന്നിവ സംബന്ധിച്ച് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നാണ്. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നാണ് URLന്റെ ഫുൾ ഫോം. ടീം ബെർണേഴ്സ്ലി ആണ് അത് വികസിപ്പിച്ചെടുത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ചാറ്റ് GPT പകരമായി ഗൂഗിൾ അവതരിപ്പിച്ച ചാറ്റ് ബോട്ട് ഏതാണ്? ചാറ്റ് GPT പകരമായി ഗൂഗിൾ അവതരിപ്പിച്ച ചാറ്റ് ബോട്ടാണ് ജെമിനി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്റർനെറ്റ് ഏത് ടൈപ്പ് നെറ്റ്വർക്ക് ആണ്? ഇന്റർനെറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണ്. ഇന്റർനെറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, HTTPSന്റെ S എന്തിനെ സൂചിപ്പിക്കുന്നു? S സൂചിപ്പിക്കുന്നത് സെക്യൂർ എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. HTTP എന്നത് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് WWW എന്നതിന്റെ ആശയം അവതരിപ്പിച്ചത് ആരാണ്? വേൾഡ് വൈഡ് വെബിന്റെ ആശയം അവതരിപ്പിച്ചത് ടീം ബെർണേഴ്സ്ലി ആണ്. USB-യുടെ പൂർണ്ണരൂപം ഏതാണ്? യൂണിവേഴ്സൽ സീരിയൽ ബസ് എന്നാണ് USB-യുടെ പൂർണ്ണരൂപം. USB-യുടെ പൂർണ്ണരൂപം എന്താണെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. യൂണിവേഴ്സൽ സീരിയൽ ബസ് എന്നാണ് പൂർണ്ണരൂപം. അടുത്ത ക്വസ്റ്റ്യൻ, വ്യാജ ഇമെയിൽ ഉപയോഗിച്ച് വിവരങ്ങൾ നേടുന്നതിനെ പറയുന്നത് എന്താണ്? വ്യാജ ഇമെയിൽ ഉപയോഗിച്ച് വിവരങ്ങൾ നേടുന്നതാണ് ഫിഷിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, ആധാർ സംവിധാനം നടപ്പിലാക്കുന്ന സ്ഥാപനം ഏതാണെന്നുള്ളതാണ്. UIDAI ആണ്. യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് ആധാർ സംവിധാനം നടപ്പിലാക്കുന്ന സ്ഥാപനം. അതുമായി ബന്ധപ്പെട്ട് 2 ക്വസ്റ്റ്യനും കൂടി ഓർത്തിരിക്കണം. അതായത് ആധാർ സേവനങ്ങളുടെ പ്രചാരം വളർത്തുന്നതിനായി ഭാഗമായിട്ട് UIDAI ഈ ഇടയായിട്ട് ആധാറിന്റെ ചിഹ്നം ഒരു പുറത്തിറക്കിയിട്ടുണ്ട്. അതാണ് ഉദയ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ആ ചിഹ്നം. അപ്പൊ UIDയുടെ പുതിയ ആധാറിന്റെ ചിഹ്നം ഏതാണെന്ന് ചോദിച്ചാൽ, അതിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ ഉദയ് എന്നാണ്. അത് നമ്മുടെ കേരളത്തിലുള്ള തൃശ്ശൂർ ജില്ല സ്വദേശിയായിട്ടുള്ള അരുൺ ഗോകുലാണ് അത് രൂപകൽപ്പന ചെയ്തത്. അരുൺ ഗോകുലാണ് ഉദയ് എന്ന് പേരിട്ടിരിക്കുന്ന ആധാറിന്റെ ചിഹ്നം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും കൂടി ഓർത്തിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, UPI സംവിധാനം നിയന്ത്രിക്കുന്നത് ആരാണ്? UPI സംവിധാനം നിയന്ത്രിക്കുന്നത് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ്. NPCI ആണ് UPI സംവിധാനത്തെ നിയന്ത്രിക്കുന്നത്. NPCI ആണ് UPI സംവിധാനത്തെ നിയന്ത്രിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ടറിൽ സ്ക്രീൻ അല്ലെങ്കിൽ ഒരു വെബ് പേജ് റിഫ്രഷ് ചെയ്യാനുള്ള കീ ഏതാണ്? കമ്പ്യൂട്ടറിൽ സ്ക്രീൻ അല്ലെങ്കിൽ വെബ് പേജ് റിഫ്രഷ് ചെയ്യാനുള്ള കീ എന്ന് പറയുന്നത് F5 ആണ്. നമ്മൾ ജനറൽ നോളജ് വിഭാഗത്തിലേക്ക് പോകുകയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ചിത്രശലഭ വന്യജീവി സങ്കേതം കണ്ണൂർ ജില്ലയിലെ ആറളം വന്യജീവി സങ്കേതമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ചിത്രശലഭ വന്യജീവി സങ്കേതം. ഇന്ത്യയിലെ പരമോന്നത കായിക ബഹുമതി. ഇന്ത്യയിലെ പരമോന്നത കായിക ബഹുമതിയാണ് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം. നേരത്തെ ഇത് അറിയപ്പെട്ടിരുന്നത് രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം എന്നായിരുന്നു. ധ്യാൻചന്ദ് എന്ന് പറയുന്നത് ഹോക്കി മാന്ത്രികനാണ്. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം എന്ന്
ഇന്ത്യയിലെ പരമോന്നത കായിക ബഹുമതിക്ക് നാമകരണം ചെയ്തത്. 2021 ഇന്ത്യ 41 വർഷങ്ങൾക്ക് ശേഷം ഹോക്കിക്ക് മെഡൽ നേടി ഒളിമ്പിക്സിൽ. അതിനോടനുബന്ധിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം എന്നുള്ളത് ധൻചന്ദ് ഖേൽരത്ന പുരസ്കാരം എന്ന് നാമകരണം ചെയ്തത്. ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാൾ പുനർനാമകരണം ചെയ്ത പേര് എന്താണെന്നുള്ളതാണ്. ഗണതന്ത്ര മണ്ഡപം എന്നാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഗണതന്ത്ര മണ്ഡപമാണ് ദർബാർ ഹാളിന്റെ പുതുക്കിയ പേര്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാവർക്കും അറിയാം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നമ്മൾ കേട്ടിട്ടുണ്ടാവും. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് പുതുക്കി കൊടുത്തിട്ടുണ്ട്. അത് VBG റാംജി എന്നാണ്. അതായത് VBG റാംജി എന്ന് ഉദ്ദേശിക്കുന്നത് ഗ്യാരണ്ടി ഫോർ റോസ്ഗർ ആൻഡ് അജീവിക് മിഷൻ എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. VBG റാംജി എന്ന് ഷോർട്ട് ഫോം ആയിട്ടും കൊടുക്കാറുണ്ട്. 125 ദിവസമാണ് അതിന്റെ വർക്കിംഗ് ഡേയ്സ് ആയിട്ട് വരുന്നത്. 100 തൊഴിൽ ദിനങ്ങളായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. പുതുക്കി 2025 ഡിസംബറിൽ അത് 125 ദിവസമാക്കി മാറ്റിയിട്ടുണ്ട്. അതും ചോദിക്കാറുണ്ട്. 125 ദിവസമാണ് പുതുക്കിയ തൊഴിൽ ദിനങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ച ആദ്യ ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ച ആദ്യ ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ. ആൻസർ ആയിട്ട് വരുന്നത് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ലയാണ്. ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ലയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ച ആദ്യ ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ. അദ്ദേഹം 2025 ആക്സിയം മിഷൻ 4 ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് സ്പേസ് എക്സ് ഡ്രാഗൺ പേടകത്തിലൂടെയാണ് ISS എത്തിയത്. 2025 ആക്സിയം മിഷൻ 4 ആ ദൗത്യത്തിന്റെ പേരും ഓർത്തിരിക്കണം. 2025 ആക്സിയം മിഷൻ 4 ദൗത്യത്തിന്റെ ഭാഗമായാണ് സ്പേസ് എക്സ് ഡ്രാഗൺ പേടകത്തിലൂടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ ഭിന്നശേഷിക്കാർക്ക് സാമൂഹ്യ അധിഷ്ഠിത പുനരധിവാസം ഉറപ്പാക്കുക, കുടുംബജീവിതം ഉറപ്പാക്കുക എന്നിങ്ങനെ ഉദ്ദേശിച്ചിട്ടുള്ള പദ്ധതി ഏതാണ്? ഭിന്നശേഷിക്കാർക്ക് സാമൂഹ്യാധിഷ്ഠിത പുനരധിവാസം ഉറപ്പാക്കുക, കുടുംബജീവിതം സാധ്യമാക്കുക എന്ന് ഉദ്ദേശിച്ചിട്ടുള്ള പദ്ധതി ഏതാണ്? അതിജീവനം പദ്ധതിയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ പുനരധിവാസവും തൊഴിൽ നൈപുണ്യ വികസനവും സാമ്പത്തിക സ്വാതന്ത്ര്യവും ഉറപ്പാക്കുകയാണ് സാകല്യം പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാകല്യം പദ്ധതി കൊണ്ട് ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ പുനരധിവാസവും തൊഴിൽ നൈപുണ്യ വികസനവും സാമ്പത്തിക സ്വാതന്ത്ര്യവും ഉറപ്പാക്കുകയാണ് സാകല്യം പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ മാലിന്യമുക്ത കേരളത്തിനായിട്ടുള്ള പദ്ധതി ഏതാണെന്നുള്ളത്. മാലിന്യമുക്ത കേരളത്തിനായിട്ടുള്ള പദ്ധതി എന്ന് പറയുന്നത് സ്നേഹാരാമമാണ്. മാലിന്യമുക്ത കേരളത്തിനായിട്ടുള്ള പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾക്ക് ഇരയായവർക്ക് സഹായം നൽകുന്ന പദ്ധതി. ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾക്ക് ഇരയായവർക്ക് സഹായം നൽകുന്ന പദ്ധതിയാണ് ഭൂമിക. ഭൂമികയാണ് ലിംഗ അധിഷ്ഠിത അതിക്രമങ്ങൾക്ക് ഇരയായവർക്ക് സഹായം നൽകുന്ന പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധന ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ശലഭം. ശലഭമാണ് നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധന ഉറപ്പാക്കുന്ന പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്കുള്ള പദ്ധതി. ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്കുള്ള പദ്ധതിയാണ് സ്പെക്ട്രം. കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിനുള്ള പദ്ധതിയാണ് എൽസ. കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിനുള്ള പദ്ധതിയാണ് എൽസ. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് മത്സര പരീക്ഷകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് യജ്ഞം. അടുത്ത ക്വസ്റ്റ്യൻ വിദ്യാർത്ഥികൾക്ക് മയക്കുമരുന്ന് ഉപയോഗം തടയാനുള്ള പദ്ധതിയാണ് യോദ്ധാവ്. വിദ്യാർത്ഥികളിൽ മയക്കുമരുന്ന് ഉപയോഗം തടയാനുള്ള പദ്ധതിയാണ് യോദ്ധാവ്. പ്രമേഹമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി. ടൈപ്പ് 1 പ്രമേഹമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് മിഠായി. അടുത്ത ക്വസ്റ്റ്യൻ WHO ആസ്ഥാനം എവിടെയാണ്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്നാണ് ഫുൾ ഫോം. WHO ആസ്ഥാനം ജനീവ, സ്വിറ്റ്സർലൻഡ് ആണ്.
ലോക ജനസംഖ്യാ ദിനം ജൂലൈ 11 മനുഷ്യന്റെ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം 206 മനുഷ്യ ശരീരത്തിലെ അസ്ഥികൾ. ഇതിനകത്ത് ഏറ്റവും വലിയ അസ്ഥി എന്ന് പറയുന്നത് തുടയെല്ലാണ്. ഏറ്റവും ചെറിയ അസ്ഥി എന്ന് പറയുന്നത് ചെവിയുടെ അവിടെയുള്ള സ്റ്റേപ്പീസ് എന്ന് പറയുന്ന അസ്ഥിയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പീസ്. വിറ്റാമിൻ സിയുടെ മറ്റൊരു പേര് അല്ലെങ്കിൽ വിറ്റാമിൻ സിയുടെ ശാസ്ത്രീയ നാമം എന്താണെന്നുള്ളതാണ്. അസ്കോർബിക് ആസിഡ് ആണ് വിറ്റാമിൻ സിയുടെ ശാസ്ത്രീയ നാമം. ബെറിബറി എന്തിന്റെ കുറവ് കൊണ്ട് ഉണ്ടാകുന്ന രോഗമാണ്? ബെറിബറി തയാമിന്റെ കുറവ് കൊണ്ട് ഉണ്ടാകുന്ന രോഗമാണ്. ബെറിബറി തയാമിന്റെ കുറവ് കൊണ്ട് ഉണ്ടാകുന്ന രോഗമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചൂഷണത്തിന് ഇരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സൗകര്യങ്ങൾ ഒരുക്കുന്ന പദ്ധതി. ചൂഷണത്തിന് ഇരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സൗകര്യങ്ങൾ ഒരുക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് സ്നേഹിത. അടുത്ത ക്വസ്റ്റ്യൻ, ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ പോലുള്ള രാസവസ്തുക്കളുടെ ഉൽപാദനവും ഉപയോഗവും ഘട്ടം ഘട്ടമായി കുറയ്ക്കുന്നതിനും നിർത്തലാക്കുന്നതിനുമായി രൂപീകരിച്ച അന്താരാഷ്ട്ര ഉടമ്പടി. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ പോലുള്ള രാസവസ്തുക്കളുടെ ഉൽപാദനവും ഉപയോഗവും ഘട്ടം ഘട്ടമായി നിർത്തലാക്കുന്നതുമായി രൂപീകരിച്ച അന്താരാഷ്ട്ര ഉടമ്പടി. മോൺട്രിയൽ പ്രോട്ടോകോൾ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കായിക മേഖലയിൽ കേരള സർക്കാർ നൽകുന്ന പദ്ധതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്പ്ലാഷ് ആണ് ആദ്യത്തേത്. അത് നീന്തൽ പരിശീലനം കൊടുക്കുന്നതാണ് സ്പ്ലാഷ്. പെൺകുട്ടികൾക്ക് ബോക്സിംഗ് പരിശീലനം കൊടുക്കുന്നതാണ് പഞ്ച്. അതുപോലെ ഹൂപ്സ് ആണ് ബാസ്കറ്റ് ബോൾ പരിശീലനം നൽകുന്നത്. കിക്ക് ഓഫ് ഫുട്ബോൾ പ്രതിഭകളെ വളർത്തുന്നതാണ്. ഓർത്തിരിക്കുക, ഹൂപ്സ് ബാസ്കറ്റ് ബോൾ പരിശീലനം, സ്പ്ലാഷ് നീന്തൽ പരിശീലനം, പഞ്ച് പെൺകുട്ടികൾക്ക് ബോക്സിംഗ് പരിശീലനം, കിക്ക് ഓഫ് ഫുട്ബോൾ പ്രതിഭകളെ വളർത്തുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, നിരാമയ എന്താണ് എന്നുള്ളതാണ്. ഓട്ടിസം, സെറിബ്രൽ പാൾസി, മാനസിക വൈകല്യം അങ്ങനെയൊക്കെ സംഭവിച്ചേക്കണവർക്ക് ഉള്ള ഇൻഷുറൻസ് പദ്ധതി, അതായത് ഭിന്നശേഷിക്കാർക്കുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ. ഓട്ടിസം, സെറിബ്രൽ പാൾസി, മാനസിക വൈകല്യം തുടങ്ങിയ ബാധിച്ചിട്ടുള്ള ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 വയലാർ അവാർഡ് ലഭിച്ച കൃതി ഏതാണെന്നുള്ളതാണ്. 2025 വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണെന്നും ചോദിക്കാറുണ്ട്. ഇ സന്തോഷ് കുമാറിനാണ് 2025 വയലാർ അവാർഡ് ലഭിച്ചത്. തപോമിയയുടെ അച്ഛൻ എന്ന നോവലിനാണ് അവാർഡ് ലഭിച്ചത്. 2025 വയലാർ അവാർഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. തപോമയയുടെ അച്ഛൻ. അടുത്ത ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യക്കാരിൽ ദേശസ്നേഹം വളർത്തുന്നതിന് ഭാരതമാത എന്ന ചിത്രം വരച്ചത് ആരാണ്? സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യക്കാരിൽ ദേശസ്നേഹം വളർത്തുന്നതിന് ഭാരതമാത എന്ന ചിത്രം വരച്ചത് അബനീന്ദ്രനാഥ ടാഗോർ ആണ്. അബനീന്ദ്രനാഥ ടാഗോർ. അടുത്ത ക്വസ്റ്റ്യൻ, ISROയുടെ ചെയർമാൻ ആരാണെന്നുള്ളതാണ്. ഡോക്ടർ വി നാരായണൻ ആണ് ISROയുടെ ചെയർമാൻ ആയിട്ട് വരുന്നത്. ഡോക്ടർ വി നാരായൺ. അടുത്ത ക്വസ്റ്റ്യൻ, ബഹിരാകാശത്ത് വച്ച് 2 പേടകങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന സാങ്കേതിക വിദ്യ വിജയകരമായി പരീക്ഷിച്ച ISROയുടെ ദൗത്യത്തിന്റെ പേരെന്താണെന്നുള്ളതാണ്. ബഹിരാകാശത്ത് വച്ച് 2 പേടകങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന സാങ്കേതിക വിദ്യ വിജയകരമായി പരീക്ഷിച്ച ISRO ദൗത്യത്തിന്റെ പേര് എന്താണെന്നുള്ളതാണ്. സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് എന്നാണ് അതിന്റെ പേര്. സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ്. പുരാതന കവിത്രയം എന്നറിയപ്പെടുന്നത് ചെറുശ്ശേരി നമ്പൂതിരി, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ. ഇവരാണ് പുരാതന കവിത്രയം എന്നറിയപ്പെടുന്നത്. നമുക്കറിയാം ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ച കാര്യവും അതുപോലെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ മലയാള ഭാഷയുടെ പിതാവാണ്. കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ പിതാവാണ്. ഇതെല്ലാം തന്നെ നമ്മൾ ഓർത്തിരിക്കണം. ഇവരെ 3 പേരെയാണ് പുരാതന കവിത്രയം എന്ന് പറയുന്നത്. അതേസമയം തന്നെ നമ്മൾ ഓർത്തിരിക്കുക ആധുനിക കവിത്രയം ആരൊക്കെയാണെന്നുള്ളത്. അപ്പൊ ഇതിൽ ഉൾപ്പെടാത്തത് ആരാണെന്നായിരിക്കും നമ്മളോട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്. ആധുനിക കവിത്രയത്തിൽ വരുന്നതാണ് കുമാരനാശാൻ, വള്ളത്തോൾ നാരായണ മേനോൻ, ഉള്ളൂർ എസ് പരമേശ്വരൻ അയ്യർ. അപ്പൊ ആധുനിക കവിത്രയത്തിൽ വരുന്നവരാണ് കുമാരനാശാൻ, വള്ളത്തോൾ നാരായണ മേനോൻ, ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ. അടുത്ത ക്വസ്റ്റ്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ടതാണ്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണെന്നുള്ളതാണ്.
എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മിനി ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി 42ാം ഭരണഘടനാ ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്നത്. 42ാം ഭരണഘടനാ ഭേദഗതിയെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നു. ആ ഭേദഗതിയില് ആമുഖത്തിലെ സോഷ്യലിസ്റ്റ്, മതേതരത്വം, അഖണ്ഡത എന്നീ വാക്കുകൾ ചേർത്തു മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്തു. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണെന്നുള്ളത് ഓർത്തിരിക്കുക. 42ാം ഭരണഘടനാ ഭേദഗതി. അടുത്ത ക്വസ്റ്റ്യൻ 2023 106ാം ഭരണഘടനാ ഭേദഗതി ഉണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. 2023 106ാം ഭരണഘടനാ ഭേദഗതി അതാണ് നാരി ശക്തി വന്ദൻ അധിനിയം. വനിതാ ബില്ല് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാസ്സാക്കി എന്ന് പറയുന്ന ഇതാണ് 2023 106ാം ഭരണഘടനാ ഭേദഗതി ആയിട്ട് വരുന്നത്. നാരി ശക്തി വന്ദൻ അധിനിയം ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലെയും സ്ത്രീകൾക്ക് 33% സീറ്റുകൾ സംവരണം ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതിയാണ് 2023 106ാം ഭരണഘടനാ ഭേദഗതി. ഓർത്തിരിക്കുക, 2023 106ാം ഭരണഘടനാ ഭേദഗതി നാരി ശക്തി വന്ദൻ അധിനിയം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മുടെ ചാനലിൽ ദേവസ്വവുമായി ബന്ധപ്പെട്ട ധാരാളം വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.